ഇന്നത്തെ വചനചിന്ത ദൈവശബ്ദം കേട്ട് പ്രവർത്തിക്കണം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 9-ാം തിരുവചനം. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. ഈ നല്ലൊരു പ്രഭാതത്തിൽ വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 9-ാം തിരുവചനം വായിക്കുമ്പോൾ ഭക്തനായ നോഹ ദൈവത്തോട് കൂടെ നടന്നു എന്ന് കാണപ്പെടുന്നുണ്ട്. പഴയ നിയമ ഭക്തനായ ഹാനോക്ക് മാത്രമല്ല, നോഹയും ദൈവത്തോട് കൂടെ നടന്നതായി കാണുന്നു. ഭക്തനായ നോഹ ദൈവശബ്ദം കേട്ട് അനുസരിച്ചു പ്രവർത്തിച്ചു. ഭക്തനായ നോഹ ഇതുവരെയും തൻ്റെ കണ്ണാൽ മഴ കണ്ടിട്ടില്ല, പ്രളയം കണ്ടിട്ടില്ല. എന്നാലും ദൈവശബ്ദം കേട്ട് ദൈവത്തിൻ്റെ വാക്കിന് മറ്റ് ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ പെട്ടകം പണിയുവാൻ തയ്യാറായി. ഭക്തൻ കണ്ണാൽ കണ്ടില്ലെങ്കിലും ദൈവം പറയുന്നത് കേട്ട് വിശ്വസിക്കുവാനിടയായി. സകലത്തെയും കാണുന്ന അറിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ഭക്തനായ നോഹ വിശ്വസിച്ചു. ആ ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചു. നോഹയ്ക്കും കുടുംബത്തിനും അത് രക്ഷയ്ക്ക് കാരണമായി. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ വാക്കിനെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വാക്ക് കേട്ട് പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുതൽ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. ഭക്തനായ ഇസഹാക്കിൻ്റെ ജീവിതം പരിശോധിച്ചാൽ ഇസഹാക്കിൻ്റെ കാലത്ത് ക്ഷാമകാലമുണ്ടായിരുന്നു. ക്ഷാമകാലം വന്നപ്പോൾ ഇസഹാക്ക് മിസ്രൈമിലേക്ക് പോകുവാൻ പുറപ്പെടുവാൻ തയ്യാറായപ്പോൾ യഹോവ ഇസഹാക്കിനോട് സംസാരിച്ചു, നീ അങ്ങോട്ട് പോകരുതേ, ഇവിടെ തന്നെ പാർക്കുക. ക്ഷാമകാലത്തും എന്നെ ക്ഷേമമായി പോറ്റുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനെന്ന് ഇസഹാക്ക് വിശ്വസിച്ചതിനാൽ ദൈവശബ്ദം കേട്ട് ദൈവത്തിൻ്റെ ശബ്ദമനുസരിച്ച് ഇസഹാക്ക് അവിടെ തന്നെ പാർത്തു. ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു. ആ ആണ്ടിൽ 100 മേനി കൊയ്തു. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, വചനം ശ്രവിക്കുന്ന താങ്കൾ നിൽക്കുന്നത് പ്രതികൂലമാകുന്ന സാഹചര്യത്തിലായിരിക്കാം. എന്നാൽ താങ്കളെ പോറ്റി പുലർത്തുന്ന സഹായിക്കുന്ന ദൈവമുണ്ട്. ദൈവശബ്ദം കേട്ട് ഉറച്ചു നിൽക്കുക. താങ്കളുടെ വിതയ്ക്ക് ദൈവം 100 മേനി ഫലം നൽകുവാനിടയാകും. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവം ഇസഹാക്കിന് 100 മേനി വിളവ് നൽകി മാനിച്ചെങ്കിൽ, ദൈവം ഇസഹാക്കിനെ അനുഗ്രഹിച്ചുവെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ക്ഷാമത്തെയും ഏതു കഷ്ടതയെയും ഏതു വേദനയെയും ദൈവം മാറ്റുവാൻ വിശ്വസ്തനാകുന്നു. ദൈവത്തിൻ്റെ ക്ഷാമകാലത്ത് നമ്മെ ക്ഷേമമായി പോറ്റുവാൻ കഴിയും. അതിനാൽ ജീവനുള്ള ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുകയാണ് വേണ്ടത്. ഭക്തനായ ഏലിയാവിൻ്റെ കാലഘട്ടത്ത് കെരിത് തോട്ടിലെ വെള്ളം വറ്റി, കാക്കയുടെ വരവ് നിന്നു. എന്നാൽ ദൈവശബ്ദം കേട്ട് സെരാഭാത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. സെരാഭാത്തിലെ വിധവ ഭക്തനായ ഏലിയാവിനോട് പറഞ്ഞത്, എൻ്റെ കയ്യിൽ ഒരു പിടി മാവും ഒരു തുരുത്തി എണ്ണയുമല്ലാതെ മറ്റൊന്നുമില്ല. എൻ്റെ കയ്യിൽ ഒരു പിടി മാവുണ്ട്, അതുകൊണ്ട് അടയുണ്ടാക്കി കഴിച്ച് ഞാനും എൻ്റെ മകനും മരിപ്പാനിരിക്കുന്നു. പ്രതീക്ഷകൾ അസ്തമിക്കുന്ന സ്ഥാനത്ത് ദൈവശബ്ദം കേട്ട് വിശ്വസിച്ച ഭക്തനായ ഏലിയാവ് വിളിച്ചു പറഞ്ഞത്, ആദ്യം എനിക്കൊരട ഉണ്ടാക്കിക്കൊണ്ട് വരിക എന്ന്. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ഭക്തനായ ഏലിയാവിൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചപ്പോൾ സെരാഭാത്തിലെ വിധവയുടെ ഭവനത്തിനകത്തുള്ള ശൂന്യതകളെ മാറ്റുവാൻ ഇടയായി. സെരാഭാത്തിലെ വിധവയുടെ ഭവനത്തിനകത്ത് വലിയൊരു നിറവ് സംഭവിച്ചു. ആ ക്ഷാമകാലത്ത് ഒരിക്കലും അവരുടെ ഭവനത്തിനകത്ത് ശൂന്യത കടന്നു വന്നില്ല. ദൈവശബ്ദം കേട്ട് പ്രവർത്തിച്ച ഭക്തനായ ഏലിയാവിലൂടെ ദൈവം അത്ഭുതം ചെയ്യുവാനിടയായി. ഈ നാളുകളിൽ ദൈവശബ്ദം കേട്ട് വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് പ്രവർത്തിക്കാമോ? ദൈവശബ്ദം കേട്ട് അനുസരിക്കാമോ? ക്ഷാമകാലത്തും നമ്മെ ക്ഷേമമായി പുലർത്തുവാൻ ദൈവം വിശ്വസ്തനാകുന്നു. ദൈവശബ്ദം കേട്ട് പ്രവർത്തിപ്പാൻ, ദൈവശബ്ദം കേട്ട് മുന്നോട്ട് ചലിപ്പാൻ, അത്ഭുതങ്ങൾ കാണാൻ, അത്ഭുതങ്ങളെ തൊടുവാൻ, പട്ടണത്തെ പിടിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.